ബഹുമാന്യരെ, നമ്മുടെ നാടിൻ്റെ 68ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം രാജ്യമെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7:30 ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ സർക്കാർ ശ്രദ്ധിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ നാട് 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയാണ് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് പതാക വലിച്ചു താഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്. നമ്മൾ 47-ാണ് സ്വാതന്ത്ര്യം, 47 ഓഗസ്റ്റ് 15-ആണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോഴും 47 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയോടുകൂടിയാണ് നമ്മുടെ ഈ ത്രിവർണ്ണ പതാക നമ്മുടെ രാജ്യത്ത് ആദ്യമായി പാറുന്നത്. അപ്പോൾ 47 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമായി നാം ആഘോഷിക്കുക. നിരവധി വർഷങ്ങൾ നീണ്ടുനിന്ന ഉജ്ജ്വലമായ ഒരു സമരത്തിന്റെ പര്യവസാനമായിരുന്നു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം. ആയിരക്കണക്കായ മനുഷ്യർ മരിച്ചു വീണ ഒരു വളരെ നാടിന്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു സ്വാതന്ത്ര്യ സമരം. നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ അവസരങ്ങളിൽ നാം സ്മരിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ സർദാർ ഭഗത് സിംഗ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കേവലം 32 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന ഏറ്റവും വിപ്ലവകാരിയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സഖാവ് ഭഗത് സിംഗ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കാം, 32 വയസ്സ് എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആയുസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖ്ദേവിനെയും ഒക്കെ തൂക്കിലേറ്റുമ്പോൾ അവർ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കണ്ട സ്വപ്നം അത് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ദീർഘമായ ആ വലിയ പോരാളികളെ നാം ഈ അവസരത്തിൽ സ്മരിക്കുക. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്ന നിരവധിയായ സമരങ്ങളുണ്ട്. നമ്മൾ ചരിത്രത്തിൽ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഏത് സമരത്തെയാണ്? ഏത്? 1857 ശിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം അല്ലേ? അപ്പൊ 1857 ശിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് നിരവധിയായ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി അത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി 1947 എത്തിയപ്പോൾ നടത്തിയ എത്രയോ സമരങ്ങൾ, എത്രയോ ജീവത്യാഗങ്ങൾ, അതെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം അവരെയെല്ലാം സ്മരിക്കുകയാണ്. നമ്മുടെ നാട് ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കാണ്. ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇന്ന് നമുക്ക് പറയാൻ കഴിയും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടേതാണ്. ഒരു ഘട്ടം വരെ ചൈനയായിരുന്നു. ചൈന കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനമേ ഇന്ത്യക്കുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, നമ്മുടെ നാടാണ്, ഇന്ത്യയാണ്. ലോകത്തെ മനുഷ്യ സമ്പത്തിന്റെ ശേഷിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടേതാണ്. അപ്പൊ ജനാധിപത്യവും മതനിരപേക്ഷതയും മതേതരത്വവും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സമ്പൽ സമൃദ്ധമായ ഒരു നാടായി നമ്മുടെ നാട് ഇന്ന് മാറിയിട്ടുണ്ട്, നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ട്. സാമ്പത്തിക രംഗത്തെ വളർച്ചയുടെ കാര്യങ്ങളിലേക്കൊക്കെ ഇവിടെ സൂചിപ്പിച്ച് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരു വികസിത രാജ്യമായി നാം മാറാൻ പോവാണ്. ഇപ്പോൾ വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിലാണ് നാം നിൽക്കുന്നത്. അനധിവിദൂരമായ ഭാവിയിൽ നമ്മൾ ഒരു വികസിത രാജ്യമായി മാറും എന്ന് തന്നെയാണ് നാം കരുതുന്നത്. പക്ഷെ ഇത് കരുതുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലുള്ള
ദരിദ്ര നാരായണന്മാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാതിരുന്നുകൂടാ. പാവപ്പെട്ട മനുഷ്യന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ ഗതിയില്ലാതിരിക്കുന്ന പാവങ്ങളായ മനുഷ്യരുടെ എണ്ണവും നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുന്നുണ്ട്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ മനുഷ്യനെ വേർതിരിക്കപ്പെടുന്ന ചില തുരുത്തുകളെന്നെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടെന്ന് പറയുന്നില്ല. മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ പല തുരുത്തുകളിലും ഇന്ന് അവശേഷിക്കുന്നുണ്ട്. അതെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോ നമ്മളെല്ലാം